ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതിയായിരുന്ന മഞ്ചേശ്വരം കോഴക്കേസിൽ പ്രോസിക്യൂഷനും അന്വേഷണ സംഘത്തിനും ഗുരുതര വീഴ്ച സംഭവിച്ചതായി കോടതി. കുറ്റപത്രം സമർപ്പിച്ചത് കാലാവധി കഴിഞ്ഞ് 19 മാസത്തിന് ശേഷമാണെന്നും കെ സുന്ദരയെ ഭീഷണിപ്പെടുത്തി പത്രിക പിൻവലിപ്പിച്ചതിന് തെളിവില്ലെന്നുമാണ് കോടതി വിധിപ്പകർപ്പിൽ വ്യക്തമാക്കിയത്. ബി.ജെ.പി. CPIM രഹസ്യ ബാന്ധവമെന്ന രാഷ്ട്രീയ ആരോപണം ശക്തിപ്പെടുന്നതിനിടെയാണ് മഞ്ചേശ്വരം കോഴക്കേസിൽ പ്രോസിക്യൂഷന്റെയും അന്വേഷണ സംഘത്തിന്റെയും ഗുരുതര വീഴ്ച. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള 6 പ്രതികളെ കോടതി കഴിഞ്ഞ ദിവസം കുറ്റവിമുക്തരാക്കിയിരുന്നു. ഈ വിധിപ്പകർപ്പിലാണ് പോലീസിന്റെ വീഴ്ച കോടതി വ്യക്തമാക്കിയത്. 2021 അന്വേഷണ സംഘത്തിന് കൈമാറിയ കേസിൽ 1 വർഷത്തിനകം കുറ്റപത്രം സമർപ്പിക്കേണ്ടതാണ്. എന്നാൽ 2023 ഒക്ടോബറിലാണ് പോലീസ് കുറ്റപത്രം നൽകിയത്. അകാരണമായി 1 വർഷവും 7 മാസവുമാണ് പോലീസ് കുറ്റപത്രം നൽകാതെ കാലതാമസമുണ്ടാക്കിയത്. ഇതിനു പുറമെ കെ സുന്ദരയെ ഭീഷണിപ്പെടുത്തി പത്രിക പിൻവലിപ്പിച്ചതിന് തെളിവില്ലെന്നും കോടതി വിധിപ്പകർപ്പിൽ വ്യക്തമാക്കി. 2.5 ലക്ഷം രൂപ കൈപ്പറ്റിയെന്നും മരുന്നിനും വീട് പുനർനിർമ്മാണത്തിനും ഉപയോഗിച്ചെന്നും സുന്ദര സമ്മതിച്ചെങ്കിലും മതിയായ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം കേസിൽ ഉൾപ്പെടുത്തിയതിലും വിധിപ്പകർപ്പിൽ വിമർശനമുണ്ട്. വിധി പറയുമ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ ഹാജരാകാത്തതും വീഴ്ചയാണ്. പോലീസിനെതിരെ ഗുരുതര വിമർശനം കോടതി നടത്തിയതോടെ ബി.ജെ.പി. CPIM അന്തർധാരിയെന്ന ആരോപണത്തിന് മൂർച്ച കൂട്ടുകയാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ. റിപ്പോർട്ടർ അർജുൻ കല്യാട്, ഇൻ റിപ്പോർട്ടർ, കാസർഗോഡ്.